അവാ പിതാവേ, യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. റോമ 8:1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആകയാൽ യേശു ക്രിസ്തുവിനോടുകൂടെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഐക്യപ്പെടാത്തവർക്ക് അശിക്ഷാവിധിയുണ്ട്. ഇവിടെ ഐക്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ക്രൂശിതനെക്കുറിച്ചുള്ള അസുവിശേഷ പ്രസംഗത്തിൻ്റെ കേൾവിയിൽ അവിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആ പൗരസ്ലിക നമ്മെ ഈ അധ്യായങ്ങളിലെല്ലാം പഠിപ്പിച്ചു. അപ്രകാരം ഐക്യപ്പെട്ടിരിക്കുന്നവർക്കാണ് ശിക്ഷാവിധിയില്ല എന്ന് പൗരസ്ലികയിലൂടെ കർത്താവ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും അവരവരുടെ പ്രതിഫലത്തിനായി ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നോക്ക്, ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഇവിടെ ഇപ്പോഴേ ആ കാര്യം പ്രഖ്യാപിക്കുകയാണ് അല്ലേ? ശിക്ഷാവിധി ഇല്ല എന്നുള്ള ആ വിധി ഇപ്പോഴേ നമുക്ക് നൽകുകയാണ്. അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സുവിശേഷത്താൽ, വിശ്വാസത്തിൻ്റെ നീതീകരണത്താൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. മനസ്സിലായ? ഇതുവരെ നമ്മെ പഠിപ്പിച്ചത് ഇതാണ്, നാം ഒരു നിയമത്തിൻ്റെയും കീഴിലല്ല, നമ്മളെ നിയമത്തിൻ്റെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ മുന്നേ പറഞ്ഞത് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമമാണ് നമ്മെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഈ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തുവിലുള്ള നിയമമല്ല, ഭക്ഷണകത്ത് ചെല്ലുമ്പോഴോ ഒരു വെള്ളം അങ്ങനെയുള്ള ഒരു നിയമവുമല്ല. യേശു ക്രിസ്തുവിലുള്ള യേശു ക്രിസ്തുവിലുള്ള ആ സുവിശേഷത്തിലുള്ള നിങ്ങളോട് പ്രസംഗിക്കപ്പെടുന്ന ആ സുവിശേഷം തന്നെയാണ് വചനം. ഈ പ്രസംഗങ്ങളിലുള്ള ആ ജീവാത്മാവിൻ്റെ നിയമമാണ് ഇപ്പോൾ നമ്മളെ ഇപ്രകാരം സ്വതന്ത്രനാക്കിയിരിക്കുന്നത്. സകല മനുഷ്യരും ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ള ഒരു ഭയത്തിൽ കഴിയുമ്പോൾ ഇവിടെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയം ഒഴിഞ്ഞു പോകുന്നു. അവൻ സ്വതന്ത്രനാണ്, അവന് ഇനി ഒരു ഭയവുമില്ല അല്ലേ? കാരണം എന്താണ്? അവനെ ഒരു നിയമമോ പാപമോ ഒന്നുമില്ല. എല്ലാത്തിൽ നിന്നും അവനെ ദൈവം സ്വതന്ത്രനാക്കിയിരിക്കുന്നു അല്ലേ? അത് ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ. ഇതാണ് സുവിശേഷത്തിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം. ഇവിടെ 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നിയമത്താൽ ബലഹീനമാക്കപ്പെട്ട ശരീരത്തിന് അസാധ്യമായത് അല്ലേ? പിന്നെയും നമ്മൾ ശരീരത്തിന് സാധ്യമാണെന്ന് പറഞ്ഞ് ഒരു അനുഷ്ഠാനം ചെയ്യാൻ കഴിയില്ല. കാരണം ദൈവം അത് പറഞ്ഞു കഴിഞ്ഞു. നിയമത്താൽ അസാധ്യമായത് അല്ലേ? ഈ ശരീരത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അയ്യാ, അവിടെ നിന്ന് ചെയ്തു. അവിടെ നിന്ന് എന്താണ് ചെയ്തത്? തൻ്റെ പുത്രനെ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ച് ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. നമ്മുടെ ശരീരത്തിന് അസാധ്യമായത് വീണ്ടും നമ്മൾ ഈ ശരീരം കൊണ്ട് ഒരു നിയമം അനുഷ്ഠിക്കുമ്പോൾ അല്ലേ? അപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയെ എന്താണ്? എതിർക്കുകയാണ് അല്ലേ? ദൈവം പറഞ്ഞു ശരീരത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഷ്ഠാനം ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? അല്ലേ? വീണ്ടും ആ ദൈവം പറഞ്ഞ ആ വാക്കിനെ ധിക്കരിക്കുകയാണ്. വീണ്ടും ശരീരം കൊണ്ട് നമ്മൾ ഒരു ബലഹീനമല്ല, ഞങ്ങൾ ശരീരം കൊണ്ട് അനുഷ്ഠാനം ചെയ്ത് രക്ഷ പ്രാപിക്കുമെന്ന് പറയുകയാണ്. നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ രക്ഷപ്പെട്ടുവെന്ന് പറയുമ്പോൾ അത് ആ ദൈവത്തിൻ്റെ വചനത്തിന് എതിരാവുകയാണ്. കാരണം ദൈവം അങ്ങനെ ചെയ്തത് നമ്മൾ ശരീരത്തിൻ്റെ ഒരു പ്രവണതകൾക്കനുസരിച്ചും ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ശരീരത്തിൻ്റെ ഒരു പ്രവണതകളും നമ്മൾ കീഴിലല്ല. നമ്മൾ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കാൻ, ഈ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് പറയുമ്പോൾ ഈ ആത്മീയ ശുശ്രൂഷ, ഇതാണ് ഈ വചനത്തിൻ്റെ ശുശ്രൂഷ. ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് ആ ആത്മാവ് നമ്മളെ നയിക്കുന്ന ആ ശുശ്രൂഷയാണ് ഈ ആത്മാവിൻ്റെ പ്രചോദനം. ഇപ്പോൾ നമ്മൾ നയിക്കുന്നത് ഈ ആത്മാവാണ്. ഈ സുവിശേഷ പ്രസംഗത്താൽ നമ്മിൽ വരുന്ന ഈ ആത്മാവ് ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്രകാരം ഈ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ അനുശാസനങ്ങളെല്ലാം നിന്നിൽ സഫലമാവുകയാണ് അല്ലേ? നമ്മൾ ഈ നിയമത്തിൻ്റെ ഒരു അനുശാസനവും ചെയ്യേണ്ടതില്ല. ഇതെല്ലാം ഈ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിക്കുമ്പോൾ അതിൽ നിന്നിൽ സഫലമാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യർത്ഥമായിട്ട്. ദൈവം അത് അവസാനിപ്പിച്ചു. അതാണ് പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ ബലഹീനമായതുകൊണ്ടാണ് ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ ശരീരത്തിനെ കൊണ്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യരുത്. ദൈവം അങ്ങനെ അനുശാസനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നവർ മനസ്സിലാക്കുക,
ഈ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുമ്പോൾ സകല അനുഷ്ഠാനങ്ങളുടെയും അനുശാസനങ്ങളും നമ്മിൽ സഫലമാകുന്നുണ്ട്. അതിന് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായ യാതൊരു കാര്യവുമില്ല. ഈ സുവിശേഷ പ്രസംഗം വഴി നാം ആത്മീയരായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കും. നമ്മൾ ജഡത്തിൽ വീണ്ടും ഒരു ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജഡിക കാര്യങ്ങളിൽ കൂടുതൽ തൽപരരായി പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് വേണ്ടി എല്ലാ അനുശാസനങ്ങളും അനുഷ്ഠാനങ്ങളും യേശുക്രിസ്തു പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇനി ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മതി. എല്ലാ അനുശാസനങ്ങളും നമ്മിൽ പൂർണ്ണമായിക്കൊള്ളും. യേശുക്രിസ്തു ജഡത്തിലെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ജഡികാവകാശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കും അല്ലേ. നമ്മൾ ജഡത്തിലെ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ തെറ്റിക്കും, നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകും, അത് മരണത്തിലേക്ക് പോകും. പക്ഷേ ഈ ആത്മീയമായി നയിക്കപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ പോകില്ല അല്ലേ. ഈ ജഡത്തിൻ്റെ പ്രവണതകളെ നമ്മൾ ഈ ആത്മാവിനെ നിഹനിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ഇതുകൊണ്ടാണ് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ജഡത്തിൽ നാം തോറ്റപ്പോൾ നമുക്ക് വേണ്ടി യേശുക്രിസ്തു ജഡത്തിൽ ശിക്ഷ വിധിച്ചത്, സ്വന്തമായിട്ട് ശരീരമെടുത്ത് അതിൽ ശിക്ഷ വിധിച്ചത്. നമ്മൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാതെ ഈ ജഡിക പ്രവണതകളനുസരിച്ച് ജഡികമായ ആചാരങ്ങളിൽ മുഴുകുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തിന് മനസ്സിലായോ. ദൈവത്തിൻ്റെ നിയമം എന്താണ്? അവിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മനസ്സിലായോ. അതാണ് പറഞ്ഞത്, യേശുക്രിസ്തുവിനെ ഞാൻ അയച്ചവനെ വിശ്വസിക്കുക, അവൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുക. അതാണ് ദൈവത്തിന് പ്രീതികരം. അല്ലാതെ മനുഷ്യരുടെ പ്രവൃത്തികളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചെയ്യുമ്പോൾ, അതിൽ വിശ്വസിക്കുമ്പോൾ ആ മനസ്സ് ദൈവത്തിന് ശത്രുവാകുന്നു. ഇവിടെ നമുക്ക് ദൈവം നൽകുന്ന നിയമം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ആ നിയമത്തിന് കീഴ്പ്പെട്ടാൽ മതി. മറ്റ് ജഡത്തിൻ്റെ മേലുള്ള നിയമങ്ങൾക്ക് നാം കീഴ്പ്പെടേണ്ടതില്ല. ജഡത്തിൽ നാം ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം ക്രിസ്തു ചെയ്തു. നമ്മൾ ജഡിക പ്രവണതകളനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ജഡത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കുകയില്ല. ഇപ്രകാരം ഈ സുവിശേഷത്താൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഈ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സുവിശേഷം അല്ലേ. നമ്മൾ ഇത് മനസ്സിലാക്കി വിശ്വസിക്കണം. ബലഹീനമായ ശരീരത്തിനെ കൊണ്ട് ഇനി സാധ്യമല്ലാത്തതാണ് ദൈവം ചെയ്തത് അല്ലേ. നമുക്ക് വിശ്വാസം വഴി ലഭിക്കുന്ന പാപപരിഹാരമായിട്ടാണ് ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് റോമാലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതെ നമ്മൾ എങ്ങനെ രക്ഷപ്രാപിക്കും? ഈ പാപം മൂലം മൃതരായ നമ്മുടെ ശരീരത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നാം ജീവനുള്ളവരായി തീരുന്നത്. ഈ ആത്മാവ് എന്നത് ഈ സുവിശേഷ പ്രസംഗത്താലാണ്. ഇതാണ് ആത്മാവിൽ നയിക്കുന്ന ശുശ്രൂഷ, ഇതാണ് ആത്മീയ ശുശ്രൂഷ. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമത്താൽ, അതായത് സുവിശേഷത്താൽ നിങ്ങളെ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ദൈവം നിങ്ങളെയും ഉയർപ്പിക്കും. ഇങ്ങനെ ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾ വിശ്വസിക്കുമ്പോഴാണ് നാം നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല. അവിടെ പറഞ്ഞാണ് നാം ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ഇവിടെ വചനം പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതൊഴിച്ച് നമുക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയും, അത് ആരെയൊക്കെ, ഭാര്യയെ, മക്കളെ, അയലക്ക, സ്വന്തം ഏത് മനുഷ്യനെയും സ്നേഹിക്കുക. അതല്ലാതെ ആരോടും ഒരു കടപ്പാടുമില്ല. നമുക്കൊരു ജഡത്തിനോടും ഒരു കടപ്പാടുമില്ല. നമ്മൾ ഈ ജഡം ഉപയോഗിച്ച് രക്ഷപ്രാപിക്കാൻ ഇനി ശ്രമിച്ചാൽ നാം ജഡികരായി മരിക്കും. പക്ഷെ നമ്മൾ ഈ സുവിശേഷത്താൽ, ഈ ആത്മാവിൻ്റെ ശുശ്രൂഷയാൽ നാം ഈ ജഡത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കണം അല്ലേ. ഈ ജഡം കൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ള ആ കാര്യങ്ങളെ നിഹനിച്ച് ഈ ആത്മാവിനാലാണ് എന്നുള്ള സുവിശേഷത്താൽ നാം മുന്നോട്ട് പോയാൽ നാം ജീവിക്കും. ഇപ്രകാരം ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലേ. ദൈവം ഇങ്ങനെയാണ്, ഈ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ജഡത്തിൽ അനുഷ്ഠാനം ചെയ്ത് ഇനി അത് തെറ്റിപ്പോവോ, ശുദ്ധമാണോ, നമുക്ക് ആകെ സംശയമാണ്. ഇപ്പോഴും അറിയില്ല. എന്തെങ്കിലും അനുഷ്ഠാനം ചെയ്യുമ്പോൾ അവർക്കൊരു അശുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പാപത്തിലേക്ക് പോകുന്നതല്ല എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള ഭയത്തിലാണ് കഴിയുന്നത്. മനസ്സിലായ? എന്താണ് ശരി തെറ്റെന്ന് ആർക്കും അറിയില്ല. ഇവിടെ സഹോദരൻ കഷ്ടപ്പെടുമ്പോൾ അവനെ സഹായിക്കാത്ത എത്രയോ പേരുണ്ട് അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സംശയങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഭയം എന്നും കൂടെ നിൽക്കും. പക്ഷെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഭയത്തിൻ്റെ ആത്മാവിനല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ്.
അതുകൊണ്ടാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു അനുഷ്ഠാനവും നമുക്ക് സാക്ഷി നൽകില്ല. എന്നാൽ ഈ വിശ്വാസത്താൽ നീതീകരണം വരുമ്പോൾ ഈ ആത്മാവ് നമ്മളുടെ ആത്മാവോട് ചേർന്ന് നമുക്ക് സാക്ഷ്യം നൽകും. നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം നൽകും. നമുക്ക് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് യേശു ക്രിസ്തു വഴി, അല്ലേ? അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുവിൽ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് വന്ന് നാം പുത്രന്മാരായി കൂട്ടാവകാശികളായി അങ്ങനെ നമ്മൾ അവനോടൊപ്പം മഹത്വപ്പെടാനുള്ള യോഗ്യരായി, അല്ലേ? ഇങ്ങനെ യോഗ്യരായ നമ്മൾ ഇപ്പോൾ, അല്ലേ, അവനോടുകൂടെ അല്പം പേട് അനുഭവിക്കുന്നു. ഇവിടെ മനുഷ്യർ ദൈവത്തെ ജീവിത നിലവാരം ഉയരാനും സുഖമായിട്ട് ജീവിക്കാനുമുള്ള ഇതായിട്ട് കാണുന്നത്. ഇവിടെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു പീഡ അനുഭവിച്ചു, പുത്രനായിട്ട് വന്ന് പീഡ അനുഭവിച്ചെങ്കിൽ നാം അവനോടുകൂടെ പീഡ അനുഭവിക്കാൻ റെഡിയായിരിക്കണം. കാരണം എന്താണ്? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, അല്ലേ? അപ്പോൾ ഈ കഷ്ടത ഒന്നുമല്ല എന്നാണ് പറയണത്. ഇവിടെ അല്പം കഷ്ടത പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കും. ആ കഷ്ടതയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്താൽ നമുക്ക് ഇത് നിസ്സാരമാക്കാൻ കഴിയണം. അല്ലാതെ കഷ്ടതകളിലിരുന്ന് കരഞ്ഞ് നാശത്തിലേക്ക് പോകാൻ ഒരുങ്ങരുത്. ഈ പാവം വഴി വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോയത് നമ്മൾ മാത്രമല്ല, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ജീർണതയ്ക്ക് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോയി. നമ്മളിലൂടെ നമ്മൾ ദൈവമക്കളാക്കിയിട്ട് നമ്മളിലൂടെ ഈ രക്ഷ സംഭവിക്കുമ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, അല്ലേ? ഈ സർവ്വജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം ഈ വ്യർത്ഥതയുടെ കീഴിൽ നിന്ന്, അല്ലേ, അവരെല്ലാം ദുരിതം അനുഭവിക്കുകയാണ്, അല്ലേ? പല വിധത്തിലും എല്ലാ ജീവജാലങ്ങളും. ഇതിനെല്ലാം ഒരു നമ്മിലൂടെയാണ്, നാം രക്ഷ പ്രാപിക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളും ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ സൃഷ്ടിയും, അല്ലേ, അടിമത്തത്തിൽ നിന്ന് മോചിതമാകും നമ്മളോടൊപ്പം, അല്ലേ? അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന പോലെ എല്ലാ ജീവജാലങ്ങളും സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യാശ നൽകി, ഈ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകി നമ്മളെ സ്വന്തമാക്കിയ ആ ദൈവത്തിൻ്റെ അഭീഷ്ടപ്രകാരമാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോയത്. പാപത്താൽ നശിച്ചു പോയ ആ മനുഷ്യനിലൂടെയും എല്ലാം ആ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ എല്ലാം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്രകാരം സംഭവിച്ചത്. സൃഷ്ടപ്രപഞ്ചം മാത്രമാണോ ഈ ഈറ്റുനോവ് അനുഭവിക്കുന്നത്? ആത്മാവിൻ്റെ ആദ്യഫലം യേശുക്രിസ്തുവിലൂടെ, ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വരുന്ന ആ ആദ്യഫലം സ്വീകരിച്ചിരിക്കുന്ന നമ്മളും ഈ പുത്രത്വലബ്ധി, അല്ലേ, ആ ദൈവത്തിൻ്റെ പുത്രന്മാരാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന ആ മഹത്വം, അല്ലേ, അത് ഇപ്പോഴേ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആന്തരികമായിട്ട് വിലപിക്കുന്നു, അല്ലേ? ഇത് ആത്മീയമായി ജീവിക്കുന്നവൻ ഈ കാര്യങ്ങളെ ഓർത്താണ് വിലപിക്കുന്നത്. അല്ലാതെ ഈ ജഡത്തിൻ്റെ കാര്യങ്ങളെ ഓർത്തൊന്നും ഒരുവനും നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ വിലപിക്കുകയോ ചെയ്യുകയില്ല, അല്ലേ? ആ ദൈവത്തിൻ്റെയോട് ചേർന്നുള്ള ആ മഹത്വം, ആ പുത്രനായിട്ട് വരുന്ന ആ സ്വാതന്ത്ര്യം, അതാണ് ആത്മീയ കാര്യങ്ങൾ. ലോകത്തിൻ്റെ മഹത്വം അന്വേഷിക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഇപ്രകാരമുള്ള പ്രത്യാശയാണ് ഈ സുവിശേഷം നൽകുന്നത്. അതാണ് ഈ വിശ്വാസത്താൽ നമ്മിലുണ്ടാകുന്ന ഈ പ്രത്യാശ. നമുക്കറിയാം, ഈ പ്രത്യാശ അത് കാണുന്നത് വരെയേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പ്രത്യാശയല്ല. പക്ഷെ ആ കാണുന്നത് വരെ നാം അത് ലഭിക്കാനായിട്ട് ഇപ്പോൾ ആന്തരികമായി അതിനു വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കണം. അല്ലാതെ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ട് നമ്മൾ വിശ്വസിച്ച ഈ പ്രത്യാശ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ഇതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ എന്നും കൂടുതൽ ധ്യാനിച്ചും ഇതിനെക്കുറിച്ച് വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന സുവിശേഷത്തിൽ നാം സ്ഥിരതയോടെ നിൽക്കേണ്ടിയിരിക്കുന്നു. നാം മുന്നധ്യായങ്ങളിൽ പഠിച്ചു, നാം ബലഹീനരാണ്, ദുർബലരാണ്. നാം ഈ വ്യർത്ഥമായ ഈ ശരീരത്തിൻ്റെ അകത്ത് ആയിരിക്കുന്നു. അപ്പോൾ നാം ബലഹീനരാണ്, മനസ്സിലായി? ഇവിടെ നമ്മൾ ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒരു ഭക്ഷണമോ ഒന്നും നമ്മെ സഹായിക്കുന്നില്ല. ഇവിടെ നമ്മെ സഹായിക്കുന്നത് ആത്മാവാണ്. ഇവിടെ നമുക്ക് ഭയങ്കര പ്രാർത്ഥനക്കാരെ കാണാൻ പറ്റും, ഭയങ്കര ആഘോഷമായിട്ടും ആരാധനയൊക്കെ ആയിട്ട് എന്തൊക്കെ ചെയ്ത് വിടുന്നു. പക്ഷെ എന്താ പറയുന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിൽ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ല? ഈ പ്രാർത്ഥന പോലും നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഈ ആത്മാവാണ്. അവാജ്യമായ നെടുവീർപ്പ്, മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഈ പ്രത്യാശ, ഇങ്ങനെ
ഈ പുത്രത്വലബ്ധി ലഭിക്കുക, ആ മഹത്വത്തിലേക്ക് പോവുക, ഈ ശരീരത്തിൽ നിന്നും ഉള്ള വിടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ മനസ്സിങ്ങനെ നെടുവീർപ്പിടുമ്പോൾ അല്ലേ, അതാണ് നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന. ഇതാണ് ആത്മാവ്, ഇതാണ് കാണുന്നത് ദൈവം. ഈ അന്തരംഗം അറിയുന്ന ദൈവം ഇതാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥന. അല്ലാതെ പുറമെ കാണിച്ചു കൂട്ടുന്ന ഈ കോലാഹലങ്ങളോ ആക്ഷനുകളോ ഒന്നുമല്ല പ്രാർത്ഥന. ഇപ്രകാരം വിശ്വാസത്താൽ ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ നെടുവീർപ്പുകൾ ഇല്ലയ, ഇവിടെ ഈ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഈ ആത്മാവ് ശരിക്കും മാധ്യസ്ഥം വഹിക്കുകയാണ് നമുക്ക് വേണ്ടി, അല്ലാണ്ട് വേറെ ഒരു മാധ്യസ്ഥമില്ല. ഈ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ആ ദൈവത്തിന് ഇടയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആരാണ്? ഈ സുവിശേഷത്താൽ വിശദീകരിക്കപ്പെടുന്ന നമുക്ക് വേണ്ടി. അതാണ് നമ്മൾ തന്നെയാണ് ഇവിടെ വിശുദ്ധരാകുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ചൊരിഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് മാധ്യസ്ഥം വഹിക്കുന്നു. മനസ്സിലായോ? ഈ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയം അറിയുന്ന ദൈവം ഇതെല്ലാം കാണുന്നു. മനസ്സിലായോ? അവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത്. നമ്മുടെ ഈ ബാഹ്യമായി കാണിക്കുന്ന ചേഷ്ടകളും കോലാഹലങ്ങളും ഭയങ്കരമായ പ്രകടനങ്ങളുണ്ട്. ഇതൊന്നുമല്ല പ്രാർത്ഥന. നമ്മളെത്ര വെറുക്കപ്പെട്ടവനായാലും മോശക്കാരനായാലും നമ്മൾ അറിയുന്ന ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. മനസ്സിലായോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, അത് യേശു ക്രിസ്തുവിൽ നാം ദൈവത്തോട് ഒട്ടിച്ചേർന്നവരായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിഞ്ഞവരായിരിക്കണം. അപ്പോൾ ഈ ലോകത്ത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവം മുൻകൂട്ടി അറിയാം. ദൈവമല്ലേ, ആ മുൻകൂട്ടി അറിഞ്ഞവരെയാണ് ദൈവം തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ വേണ്ടി ഈ സുവിശേഷത്താൽ ഇത് യേശു ക്രിസ്തുവോട് ഐക്യപ്പെടാൻ അല്ലേ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാം ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം വിളിക്കുന്നു. ആ ദൈവം വിളിക്കുന്നവർ അവനോടുകൂടെ വന്നിരിക്കും, ആ സ്നേഹത്തോടുകൂടെ ചേർന്നിരിക്കും. അങ്ങനെ ചേരാൻ കുറേ പുത്രന്മാരാക്കിയവരിൽ ആദിജാതനാകാൻ വേണ്ടിയിട്ടാണ് ആ പിതാവ് തൻ്റെ പുത്രനെ ഇവിടേക്ക് അയച്ചത്. അല്ലേ? ആ ആദിജാതനായ ആ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മളും ദൈവമക്കളായിത്തീരുന്നു. ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നവരെ വിളിക്കുന്നു, വിളിക്കുന്നവരെ നീതീകരിക്കുന്നു, നീതീകരിക്കുന്നവരെ ദൈവം മഹത്വപ്പെടുത്തുന്നു. എല്ലാം ചെയ്യുന്നത് കർത്താവായ ദൈവമാണ്, പിതാവായ ദൈവമാണ്. ആ പിതാവായ ദൈവത്തെ യേശു ക്രിസ്തുവിൽ നമ്മൾ നന്ദി പറയുന്നു, സ്തോത്രം അർപ്പിക്കുന്നു, അവിടുത്തെ ആരാധിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹവുമായി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കാണ് ശിക്ഷാവിധി ഇല്ല എന്ന് ദൈവം ഇപ്പോഴേ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും മനസ്സിലായ ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? എതിര് നിന്നാലും എന്ത് ഫലം? സ്വന്തം പുത്രനെ പോലും നമുക്ക് നൽകാൻ തയ്യാറായ ദൈവം സകലതും, വേറെ എന്താണ്, സകലതും നമുക്ക് നൽകാതിരിക്കുമോ? പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുത്രനിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിറകെ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ ഹൃദയം അതിൽ വച്ചിരിക്കുന്നത്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ദുരാശകളിൽ എന്തിനാണ് നമ്മൾ ഹൃദയം വച്ചിരിക്കുന്നത്? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആർക്ക് കുറ്റം ആരോപിക്കാൻ കഴിയും? ആരാണ് കുറ്റം ആരോപിക്കുന്നത്? ശിക്ഷാവിധി നടത്തുന്നത് ദൈവമാണ്. ദൈവം വിളിച്ചവനാണെങ്കിൽ, ദൈവം നീതീകരിക്കുന്നവനാണെങ്കിൽ അവനെ കുറ്റം വിധിക്കാൻ ആരുണ്ട്? മരിച്ചവനും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനും നമുക്ക് മധ്യസ്ഥനുമായ യേശു ക്രിസ്തുവാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം സകലതും യേശു ക്രിസ്തുവിലാണ് നടപ്പിലാകുന്നത്. എല്ലാം രക്ഷയെ നൽകുന്നത് ക്രിസ്തുവാണ്. ഒരു മനുഷ്യൻ്റെയും കരങ്ങളല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അതിനായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവുണ്ട്. ആ പിതാവിൻ്റെ വലതുഭാഗത്ത് മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ആ പിതാവുമായി നമ്മളിപ്പോൾ സ്നേഹത്തിലായിരിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് എന്തിനും നമ്മെ വേർപെടുത്താൻ കഴിയും? ആർക്ക് കഴിയും? ഏത് ശക്തിക്ക് കഴിയും? ആ ദൈവസ്നേഹത്തിൽ നിന്ന്, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഒരു ക്ലേശത്തിന് കഴിയുമോ? ഒരു ദുരിതത്തിന് കഴിയുമോ? ഒരു ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഒന്നിനും കഴിയുകയില്ല. ഈ ആപത്തും കഷ്ടവും ദുരിതവും മാത്രമല്ല, കൊല്ലാനുള്ള ആടുകളെപ്പോലെ വിധിക്കപ്പെടുന്നുണ്ട് ഇന്നും. മനസ്സിലായ? പക്ഷെ അപ്പസ്തോലന്മാരൊക്കെ അവർ കൊല്ലാനുള്ള ആടുകളെ പോലെ എന്ന് മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ പോലെ. പക്ഷേ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിൽ നിന്നും നാം പൂർണ്ണ വിജയം നേടുന്നു. മനസ്സിലായ? ഏതവസ്ഥയിൽ നിന്നും നാം ക്രിസ്തുവിലൂടെ, ഈ സുവിശേഷത്തിലൂടെ, ദൈവസ്നേഹത്തിലൂടെ നാം പൂർണ്ണ വിജയം നേടും.
യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ ഒരു മരണത്തിനും കഴിയില്ല, ഒരു ദൂതന്മാർക്ക് കഴിയില്ല, ഒരു ശക്തികൾക്കും കഴിയില്ല. നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ജീവൻ അതിനു പോലും കഴിയില്ല. അല്ല, അതിനുമെല്ലാം ഉപരിയാണ്. നമ്മൾ ജീവൻ ലഭിച്ച് യേശുക്രിസ്തു നടന്ന് എവിടെയും പോകാൻ അല്ല, നമുക്കതിനേക്കാളൊക്കെ ഉപരിയാണ് ആ യേശുക്രിസ്തുവിലൂടെ ആ നമ്മെ സ്നേഹിച്ച ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് ഈ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ എത്തിയിരിക്കുന്ന ഒരാളെയും മാറ്റിക്കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ ഉറപ്പ് നൽകി ദൈവത്തിലേക്ക് നയിക്കാൻ യേശുക്രിസ്തു സാവൂളിനെ വിളിച്ച് ഒരു സുവിശേഷം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ സുവിശേഷത്തിലൂടെ നാം ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഈ ജഡത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും അകന്നിരിക്കുക, ദൈവം നൽകുന്ന പ്രത്യാശയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, സർവോപരി ആ സ്നേഹത്തിലേക്ക് പങ്കുചേരാൻ പരിശ്രമിക്കുക. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി.